ഹൗവായുടെ അനുസരണമില്ലായ്മയും മേരിയുടെ അനുസരണവും. 1945 മാർച്ച് 5. ഈശോ പറയുന്നു, സൃഷ്ടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഭൂമിയിലുള്ള സർവ്വതിൻ്റെയും അധിപനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. ദൈവവും തൻ്റെ ശുശ്രൂഷകരായ ദൂതന്മാരുമൊഴികെ സകലത്തിൻ്റെയും അധിപനായി, അവൻ്റെ സന്തോഷത്തിൽ കൂട്ടുകാരിയായി, അവൻ്റെ ആധിപത്യത്തിൽ പങ്കാളിയായി സ്ത്രീയെ സൃഷ്ടിച്ചുവെന്ന് നാം വായിക്കുന്നല്ലോ. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമൊഴികെ മറ്റൊന്നും ഭക്ഷിക്കാൻ അവരെ അനുവദിച്ചിരുന്നു എന്നും നാം വായിക്കുന്നില്ലേ. എന്തുകൊണ്ട്? അവൻ ഭരിക്കേണ്ടതിന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉപയോഗശൂന്യമായ എത്രയോ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ സ്വർഗീയമായ സത്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുന്നില്ലേ? നിങ്ങളുടെ ആത്മാക്കൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ അവ നിങ്ങളോട് പറയുമായിരുന്നു. കാരണം കൃപാവരത്തിലിരിക്കുന്ന ഒരാത്മാവിനെ ഒരു പുഷ്പത്തെ എന്ന പോലെ നിങ്ങളുടെ ദൂതൻ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. സൂര്യൻ ഒരു പുഷ്പത്തെ എന്ന പോലെ പരിശുദ്ധാരൂപി അതിനെ ചുംബിക്കുകയും അതിന്മേൽ മഞ്ഞുതുള്ളി തളിക്കുകയും അതിനെ ചൂടുപിടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ പ്രകാശം വീശി അതിനെ അലങ്കരിക്കുന്നു. നിങ്ങളെ ദൈവത്തെ പോലെ ആക്കുന്ന ദൈവം അരൂപിയാണല്ലോ. നിങ്ങളുടെ ആത്മാവും അരൂപിയാണ്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സ്നേഹിക്കുകയും അതിനോട് സംസാരിക്കാൻ പഠിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്രയധികം സത്യങ്ങൾ അത് നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര വലിയ ഒരു സ്നേഹിതൻ നിങ്ങൾക്കുണ്ടാകുമായിരുന്നു. എന്നാൽ അതിനെ കൊല്ലുക പോലും ചെയ്യത്തക്ക വിധത്തിൽ വെറുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സംസാരിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന നിങ്ങൾക്ക് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന എത്ര വലിയ ഒരു സ്നേഹിതൻ. എന്നാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂട്ടുകെട്ടുകൊണ്ട് പരസ്പരം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കൂട്ട് അനുചിതമായതുമാണ്. നിങ്ങളുടെ സംസാരം പലപ്പോഴും ഉപയോഗമില്ലാത്തതും നാശം വരുത്തുന്നതുമായ വാചക ബഹളമാണ്. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അപ്പോൾ അവനിൽ വന്ന് അവനിൽ വാസമുറപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൃപാവരത്തിലിരിക്കുന്ന ആത്മാവിന് സ്നേഹമുണ്ട്. സ്നേഹമുള്ളതിനാൽ അവനിൽ ദൈവമുണ്ട്. അതായത് ആ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കുന്ന പിതാവുണ്ട്. സ്നേഹം പഠിപ്പിക്കുന്ന പുത്രനുണ്ട്. സ്നേഹത്തെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാരൂപിയുണ്ട്. അതിനാൽ ഈ ആത്മാവിന് അറിവ്, വിജ്ഞാനം, ജ്ഞാനം, പ്രകാശം ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ എത്ര ഉദാത്തമായ സംഭാഷണം നിങ്ങളുടെ ആത്മാവുമായി നടത്തുവാൻ കഴിയും. കാരാഗൃഹങ്ങളുടെ ഏകാന്തതയിൽ, ആശ്രമമുറികളുടെ നിശബ്ദതയിൽ, വനവാസികളുടെ നിശബ്ദമായ വസതികളിൽ, വിശുദ്ധരായ രോഗികളുടെ മുറികളിലെ നിശബ്ദതയിൽ ഇപ്രകാരമുള്ള സംഭാഷണം നിറഞ്ഞു നിൽക്കുന്നു. ഇപ്രകാരമുള്ള സംഭാഷണങ്ങൾ രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന കാരാഗൃഹവാസികൾക്ക് ആശ്വാസമായിരുന്നു. സത്യ അന്വേഷികളായി ആശ്രമമുറിയിൽ തന്നെ കഴിയുന്ന സന്യാസികൾക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു കഴിയുന്ന വനവാസികൾക്കും തങ്ങളുടെ ക്ലേശങ്ങളെ സ്നേഹിച്ചു കഴിയുന്ന രോഗികൾക്കും ആശ്വാസമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളോട് ചോദിച്ചിരുന്നെങ്കിൽ അവൻ ഭരിക്കേണ്ടതിന് എന്നതിൻ്റെ പരിപൂർണമായ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു. സർവസൃഷ്ടി ജാലകങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര ബൃഹത്തായ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു. അവൻ ഭരിക്കേണ്ടതിന് എന്നതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യൻ എല്ലാറ്റിൻ്റെയും അധിപനായിരിക്കണം. അതായത് അവൻ്റെ 3 തലങ്ങളുടെ അധിപനായിരിക്കണം. താഴ്ന്ന തലം മൃഗീയ തലമാണ്. ഇടയ്ക്കുള്ളത് ധാർമ്മിക തലം, ഉയർന്നത് ആത്മീയ തലം. ഈ 3 തലങ്ങളെയും ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കണം. അതായത് ദൈവത്തെ സ്വന്തമാക്കാൻ. ദൈവത്തെ സ്വന്തമാക്കാനുള്ള അർഹത നേടിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ അർഹത നേടുന്നത് അവൻ്റെ അഹത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാ ശക്തികളെയും പ്രവണതകളെയും കർശനമായി അമർത്തിക്കൊണ്ട്, അതിൻ്റെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, അതായത് ദൈവത്തെ സ്വന്തമാക്കുന്നതിലേക്ക് നയിക്കുമ്പോൾ മാത്രമാണ്. നന്മതിന്മകളുടെ അറിവ് ദൈവം തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ ആത്മാവ് പറയും. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നന്മകൾ വെറും ദാനമായി കൊടുത്തു കഴിഞ്ഞിരുന്നു. തിന്മ അറിയേണ്ട എന്നു വെച്ചതോ അതിനെ രുചി
മധുരമാണെങ്കിലും അതിൻ്റെ രസം രക്തത്തിൽ കലർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് പനി പിടിക്കുന്നു. നിങ്ങളെ കൊല്ലാൻ കഴിയുന്ന പനിയും തൊണ്ട ഉണക്കിക്കളയുന്ന ദാഹവും വരുത്തുന്നു. അതിൻ്റെ ചാറ് കുടിക്കുന്തോറും കൂടുതൽ കൂടുതൽ ദാഹം ഒരുവനുണ്ടാവുന്നു. നീ ഇപ്പോൾ തടസ്സം പറയുമായിരിക്കും, എന്തുകൊണ്ടാണ് ദൈവം അതവിടെ വെച്ചത്? തിന്മ എന്നത് സ്വയം ഉണ്ടാകുന്നതാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ ചില മഹാരോഗങ്ങൾ താനേ ഉണ്ടാകുന്നത് പോലെ. ലൂസിഫർ ഒരു ദൈവദൂതനായിരുന്നു. ദൈവദൂതന്മാരിൽ ഏറ്റവും സുന്ദരനായിരുന്നു. ഒരു പരിപൂർണനായ അരൂപിയായിരുന്നു. അവൻ ദൈവത്തെക്കാൾ മാത്രം താണവനായിരുന്നു. എന്നാലും പ്രകാശപൂരിതനായ അവൻ്റെ അന്തസത്തയിൽ അഹങ്കാരത്തിൻ്റെ ആവി പൊങ്ങി. അവൻ അത് ചിതറിച്ചു കളഞ്ഞില്ല. നേരെ മറിച്ച് അതിന്മേൽ മനസ്സ് വെച്ച് അടയിരുന്നു. അതിനെ ഘനീഭവിച്ചു. ഈ അടയിരിക്കലിൽ നിന്ന് തിന്മ വിരിഞ്ഞു വന്നു. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പേ തിന്മയുണ്ടായിരുന്നു. ദൈവം ലൂസിഫറിനെ പറുദീസയിൽ നിന്നും വെളിയിലേക്ക് എറിഞ്ഞു. പറുദീസയെ അശുദ്ധമാക്കിയ അവനെ, തിന്മ വിരിച്ചെടുത്ത ആ ശപിക്കപ്പെട്ടവനെ സ്വർഗത്തിൽ നിന്നും ബഹിഷ്കരിച്ചു. എന്നാൽ അവൻ നിത്യമായി തിന്മ വിരിയിക്കുന്നവനാണ്. ഇപ്പോൾ പറുദീസ അശുദ്ധമാക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ ഭൂമിയെ അശുദ്ധമാക്കുന്നു. ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഈ സത്യത്തെ തെളിയിക്കുന്നു. ദൈവം മനുഷ്യനോട്, സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് സൃഷ്ടിയുടെ എല്ലാ നിയമങ്ങളും രഹസ്യങ്ങളും അറിയാം. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള എൻ്റെ അവകാശത്തിൽ കൈവെക്കരുത്. മനുഷ്യവംശത്തിൻ്റെ വർധനവിനും നിലനിൽപ്പിനും എൻ്റെ സ്നേഹം മാത്രം മതി. ആ സ്നേഹം നിങ്ങളുടെ ഇടയിൽ പ്രചരിക്കും. അത് അനേകം പുതിയ ആദാമുകളെയും വെറും ഇന്ദ്രിയങ്ങളുടെ മോഹത്താലല്ല, നിർമ്മലമായ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങളാൽ ഉത്തേജിപ്പിക്കും. ഞാൻ നിങ്ങൾക്കെല്ലാം തന്നിരിക്കുന്നു. മനുഷ്യനെ രൂപപ്പെടുത്തുക എന്ന രഹസ്യം മാത്രം എൻ്റെ സ്വന്തമായി ഞാൻ സൂക്ഷിക്കുന്നു. അരൂപിയിലുള്ള കന്യാത്വം മനുഷ്യനിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് സാത്താൻ ആഗ്രഹിച്ചു. അവൻ്റെ വിഷമുള്ള നാവുകൊണ്ട് ഹവ്വായുടെ അവയവങ്ങളെയും കണ്ണുകളെയും ലാളിച്ച്, ഓമനിച്ച്, പ്രലോഭിച്ച്, ഉത്തേജിപ്പിച്ച് അവൾക്ക് മുമ്പില്ലാതിരുന്ന സൂക്ഷ്മദൃഷ്ടി ഉളവാക്കി. കാരണം മുൻപ് തിന്മ അവളെ ലഹരി പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. അവൾ കണ്ടതുകൊണ്ട് അവൾ പരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അവളുടെ മാംസം ഉത്തേജിതമായി. അവൾ ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ. ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടിയെത്തി, പിതാവേ, സർപ്പം എന്നെ താലോലിച്ചു, ഞാൻ അസ്വസ്ഥയായിരിക്കുന്നു എന്നു പറഞ്ഞിരുന്നുവെങ്കിൽ പിതാവ് തൻ്റെ നിശ്വാസത്താൽ അവളെ ശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. നവമായ നിർമ്മലത അവളിൽ ഉളവാക്കുമായിരുന്നു. അവളിൽ ജീവൻ ഉളവാക്കിയത് അവിടുത്തെ നിശ്വാസമാണല്ലോ. സർപ്പത്തിൻ്റെ വിഷം മറന്നു പോകുവാൻ അതിനിടയാകുമായിരുന്നു. അല്ല, സർപ്പത്തോട് അറപ്പും വെറുപ്പും അവളിൽ ഉണ്ടാക്കുമായിരുന്നു. ചില ആളുകൾക്ക് തങ്ങളെ ബാധിച്ചിട്ട് പിന്നീട് ഭേദമായ ചില രോഗങ്ങളുണ്ടാവുന്ന അറപ്പും വെറുപ്പും പോലെ. എന്നാൽ ഹവ്വ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. ഹവ്വ സർപ്പത്തിൻ്റെ പക്കലേക്കാണ് വീണ്ടും പോകുന്നത്. അവളുടെ ഇന്ദ്രിയ അനുഭൂതി മധുരമുള്ളതായിരുന്നു. വൃക്ഷത്തിൻ്റെ ഫലം കാഴ്ചക്ക് മനോഹരവും തിന്നാൻ കൊള്ളാവുന്നതുമാണെന്ന് കണ്ട് അവൾ അതെടുത്ത് തിന്നു. അവൾക്ക് മനസ്സിലായി, തിന്മ അവളുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവളുടെ ഉദരത്തിൽ കരണ്ടു തുടങ്ങി. പുതിയ കണ്ണുകൾ കൊണ്ട് അവൾ കണ്ടു. പുതിയ ചെവികൾ കൊണ്ട് മൃഗങ്ങളുടെ ശബ്ദങ്ങളും സ്വഭാവങ്ങളും മനസ്സിലാക്കി. അത്യധികമായ ഭ്രാന്ത് ബാധിച്ചതുപോലെ അവൾ അവ ആഗ്രഹിച്ചു. പാപം ആരംഭിച്ചത് അവൾ തന്നെയാണ്. കൂട്ടുകാരനുമൊത്ത് അത് നിർവഹിച്ചു. അതുകൊണ്ടാണ് സ്ത്രീക്ക് കൂടുതൽ ഭാരമേറിയ വിധി ലഭിച്ചത്. അവൾ നിമിത്തം പുരുഷൻ ദൈവത്തോട് എതിർത്തു. ജഡിക ആഗ്രഹങ്ങളോടും മരണത്തോടും പരിചയം നേടി. അവൾ നിമിത്തം അവന് തൻ്റെ 3 തരത്തിലുള്ള അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല. അരൂപിയുടെ ഭരണം നഷ്ടപ്പെട്ടു. കാരണം ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ അരൂപിയെ അനുവദിച്ചു. ധാർമ്മികമായ ഭരണം നഷ്ടപ്പെട്ടു. കാരണം അനിയന്ത്രിതമായ വികാരങ്ങൾ അവരെ കീഴടക്കാൻ സമ്മതിച്ചു. മാംസത്തിന്മേലുള്ള ഭരണവും നഷ്ടപ്പെട്ടു. കാരണം മൃഗങ്ങളുടെ ജന്മവാസനയുടെ തലത്തിലേക്ക് അത് താഴ്ത്തപ്പെട്ടു. സർപ്പം എന്നെ ചതിച്ചു എന്ന് ഹവ്വ പറയുന്നു. സ്ത്രീ ആ കനി എനിക്ക് തന്നു, ഞാൻ അത് തിന്നുകയും ചെയ്തു എന്ന് ആദം പറയുന്നു. ഇവ 3 അത്യാഗ്രഹങ്ങൾ അന്നു മുതൽ മനുഷ്യനിലുള്ള ഈ 3 തലങ്ങളെയും ഭരിക്കുന്നു. ഈ ഭീകര സത്വത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിക്കാൻ കൃപാവരത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ കൃപാവരം സജീവമാണെങ്കിൽ, വളരെ ശക്തമാണെങ്കിൽ, ഒരു വിശ്വസ്ത പുത്രൻ്റെ സന്മനസ്സോടെ കൂടുതൽ സജീവമാക്കുകയാണെങ്കിൽ ആ സത്വത്തെ ഞെരിച്ചു കൊല്ലാൻ കഴിയും. പിന്നെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. മാംസവും ദുരാശകളുമാകുന്ന ആന്തരിക ശത്രുക്കളെയും ലോകവും അതിലെ പ്രബലന്മാരും എന്ന ബാഹ്യ ശത്രുക്കളെയും അത് ഭയപ്പെടുകയില്ല. പീഡനങ്ങളെയോ
മരണത്തെയോ അത് ഭയപ്പെടുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഈ കാര്യങ്ങളെ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്നേക്കാൾ കൂടുതലായി എൻ്റെ ജീവനെയും കരുതുന്നില്ല. എൻ്റെ കർത്താവായ ഈശോ മിശിഹ എന്നെ ഏൽപ്പിച്ച ദൗത്യവും ശുശ്രൂഷയും ഞാൻ നിർവഹിച്ചതിനാൽ മതിയായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സുവിശേഷത്തിന് ഞാൻ സാക്ഷിയാകണം എന്നത് തന്നെ.